ഹലോ മക്കളെ, നമസ്തേ. എ പ്ലസ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദില്ലി മേം ഉനീന്ദേ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു സമ്മറിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സമ്മറി പഠിച്ചാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ഈ ഒരു SLC എക്സാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡയറി എഴുതുക, ലെറ്റർ എഴുതുക, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ. സോ ഈ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ എന്താണോ സിറ്റുവേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്ററിൻ്റെ ഡയറിയാണോ, അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഡയറിയാണോ, അപ്പോൾ ആ ആളുടെ ഡയറി നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഡയറിയിൽ അല്ലെങ്കിൽ ലെറ്ററിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ദില്ലി മേം ഉനീന്ദേ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ റൈറ്ററാണല്ലേ സംസാരിക്കുന്നത്. സോ റൈറ്ററിൻ്റെ ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറി ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻറ്റൻസ് അതിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് समरीलेक പോകാം. फरवरी की एक ठंडी शाम को मैं किताबें लेकर मंदिर मार्ग पहुंची और बिरला मंदिर के बाहर गड़े एक ऑटो में बैठी. ഫെബ്രുവരിയിലെ ഒരു തണുത്ത വൈകുന്നേരം ഞാൻ എൻ്റെ പുസ്തകങ്ങളുമായി മന്ദിർ മാർഗിലെത്തി. മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പിൾ ആണല്ലേ. മാർഗ് എന്ന് പറഞ്ഞാൽ എന്താ, വഴിയാണല്ലേ. അപ്പോൾ ആ ബിർള മന്ദിരത്തിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോയിൽ കയറി. ഓൺ എ കോൾഡ് ഫെബ്രുവരി ഈവനിങ് ഐ റീച്ച്ഡ് മന്ദിർ മാർഗ് വിത്ത് മൈ ബുക്സ് ആൻഡ് I sat on a auto rickshaw that was parked outside of the Birla Mandir. ऑटो चालक की तकी बीमार काया और लगातार चल रही गांसी ने मेरा ध्यान खींचा. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അയാളെ കുറിച്ചാണ് പറയുന്നത്. ഓട്ടോ ചാലക് की तकी बीमार काया और लगातार चल रही गांसी ने मेरा ध्यान खींचा. The auto driver's tired and allaying physique and persistent cough caught my attention. ഓട്ടോ ഡ്രൈവറുടെ ക്ഷീണിതവും രോഗാതുരവുമായിട്ടുള്ള ശരീരഘടനയും തുടർച്ചയായ ചുമയും എൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. उसने बताया कि यह गांसी उसे 10-12 साल से है पर इलाज कराने के लिए पैसा नहीं है. उसने बताया कि यह गांसी उसे 10-12 साल से है पर इलाज कराने के लिए पैसा नहीं है. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, 10-12 വർഷമായി ഞാൻ ഈ ചുമ അനുഭവിക്കുന്നുണ്ടെന്നും എന്നാൽ ചികിത്സക്ക് പണമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. He explained that he had been suffering from this cough for 10 or 12 years but he had no money for treatment. बातचीत में पता चला कि 1979 से वो दिल्ली की सड़कों पर रह रहा है और उसका घर वही ऑटो है. I learned that he had been living on the streets of Delhi since 1979 and that's why his home was the auto rickshaw. അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ 1979 മുതൽ ഡൽഹിയിലെ തെരുവുകളിൽ അദ്ദേഹം താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വീട് ആ ഓട്ടോറിക്ഷയാണെന്നും ഞാൻ മനസ്സിലാക്കി. जिसके पिछली सीट के नीचे उसका बक्सा रखा है जिसमें कंबल कपड़े और एक कटोरा रहता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിനടിയിൽ ഒരു പുതപ്പ്, വസ്ത്രങ്ങൾ, ഒരു പാത്രം എന്നിവ അടങ്ങിയ ഒരു പെട്ടി അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. ഹി കെപ്റ്റ് സം ക്ലോത്ത്സ്, എ ബ്ലാങ്കറ്റ് ആൻഡ് എ ബൗൾ ഇസ് ബോക്സ് ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ ഓട്ടോറിക്ഷാസ് ബാക്ക് സീറ്റ്. खाना वह ढाबों पर गाता है और नहाना पब्लिक नलों पर करता है. He ate from hotels and baths from the public taps or public ശൗചാലയ. അപ്പോൾ പബ്ലിക്കായിട്ടുള്ള ശൗചാലയത്തിൽ നിന്നും അതേപോലെ പൈപ്പിൽ നിന്നാണ് അദ്ദേഹം കുളിക്കുന്നത്. കഴിക്കുന്നത് എവിടെ നിന്നാണ്? ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്നാണ്. मेमने उससे अगली सुबह मिलने का वादा किया ताकि उसकी जीवन कथा रिकॉर्ड कर सकूं. I promised to meet him the next morning so that I could record his biography. ഞാൻ അദ്ദേഹവുമായിട്ട് നാളെ മീറ്റ് ചെയ്യാമെന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. അപ്പോൾ അതുവഴി എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതി. दूसरे दिन जब वह मेरे घर आया तो फर्श पर बैठना पसंद किया और अपना नाम राजाराम बताया. The next day when he came to my house he preferred to sit on the floor and told me his name was രാജാറാം. അദ്ദേഹത്തിൻ്റെ പേര് രാജാറാമാണെന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എവിടെ ഇരുന്നു? സോഫയിൽ ഇരിക്കുന്നതിന് പകരം നിലത്തിരുന്നു. वो मूल रूप से उन्नाव उत्तर प्रदेश का रहने वाला है. गांव में कभी ज़मीन नहीं रही. पिता अंधा हो गए थे. He originally from Unnao from Uttar Pradesh. He never owned a land in his village. पिता अंधा हो गए थे और भूखमरी की स्थिति में उसने दिल्ली का
रुकना किया. His father had gone blind. At that time he faced some starvation and that forced him to move Delhi. पहले 8 साल तक उसने रिक्शा चलाया. फिर एक अमीर आदमी की सेवा करने पर उसे पुराने ओटा मिल गया. For 8 years he drove a rickshaw. Then after serving a wealthy man he found a used auto. അപ്പം കുറച്ച് കാലം ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സെർവ് ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹത്തിനൊരു ഓട്ടോ കിട്ടി. അപ്പോൾ വഹി ഉസ്കാ ജീവൻ ഹേ, ഇപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നൗ ഇറ്റ് ഈസ് ഹിസ് ലൈഫ്. वो कहता है कि पेट भरने आया था और जब 2 वक्त की रोटी मिली जाती है तो वह गनीमत है. I came to fill my stomach and if I get 2 meals a day that's a blessing. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ വയറ് നിറക്കാൻ വന്നതാണ്, ദിവസത്തിൽ 2 തവണ എനിക്ക് ഫുഡ് കിട്ടിയാൽ ഞാൻ എന്താണ്, ഭയങ്കര അനുഗ്രഹീതനാണ്. दुए और थकान से भरी जिंदगी में उसके लिए अच्छा दिन कोई मायने नहीं रखता. इस मुलाकात ने मुझे यह सोचने पर मजबूर कर दिया कि हम सब एक ही शहर में रहते हैं पर अलग अलग मौसम में. ഈ കണ്ടുമുട്ടൽ എന്നെ ചിന്തിപ്പിച്ചു, നമ്മളെല്ലാവരും ഒരേ നഗരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ വ്യത്യസ്ത സീസണുകളിലാണെന്ന് മനസ്സിലാക്കിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ദിസ് മീറ്റപ്പ് മെയ്ഡ് മീ തിങ്ക് ദാറ്റ് വി ഓൾ ലീവ് ഇൻ ദ സെയിം സിറ്റി ബട്ട് ഇൻ ഡിഫറെൻറ്റ് सीजन्स. कुछ लोग अन्न और भूख के मौसम में तो कुछ घर और बेकरी के मौसम में. Some in seasons of food and hunger, others in seasons of ഹോം ആൻഡ് ഹോംലെസ്. അപ്പോൾ ഇത്രയുമാണ് ഗെയിം ചാപ്റ്ററിൻ്റെ സമ്മറി വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇത് മാത്രം പഠിച്ചു പോയാലും മതി. ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഒരു 95% നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രമേ നിങ്ങൾ കുറച്ചൊന്ന് പെട്ടുപോവുകയുള്ളൂ. സോ നന്നായിട്ട് സമ്മറി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്